എണ്ണം ദുഷ്ടനക്ഷത്രങ്ങളാണ്, ശുഭകർമ്മങ്ങൾക്ക് കൊള്ളില്ല. ആ കൂട്ടത്തിൽ പെട്ട ഒരെണ്ണമാണ് പൂരം. ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വിളയാ ഭൂമി യാത്ര പോകലവൻ പിന്നെ വരൂല. ഒരു പോക്ക് പോകുന്നത് പൂരം എന്ന് വെച്ചാൽ പൂരാട പൂരിട്ടാൽ അതിൽപ്പെട്ടതാ നക്ഷത്രം. അപ്പൊ ആ നക്ഷത്രത്തിൽ എന്തെങ്കിലും ചെയ്താൽ ഇതാണ്. അന്നാണ് വൃക്ഷ. നക്ഷത്രം നല്ലതാണെങ്കിലേ എല്ലാ ദോഷങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കൃതപാപ സഞ്ചയഹരം ആയിരിക്കും നല്ല നക്ഷത്രമാണെങ്കിൽ. ഇത് ചീത്ത നക്ഷത്രമാണ്, ദുഷ്ടനക്ഷത്രമാണെങ്കിൽ ദോഷങ്ങളെല്ലാം നിലനിൽക്കുന്നു. അപ്പൊ നമുക്ക് ഈ ദോഷങ്ങൾ കണ്ടുപിടിച്ചിട്ട് ദോഷങ്ങളെ മാറ്റണം, എന്നാലേ ദേവസാന്നിധ്യം അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ദേവന്റെ സാന്നിധ്യം നമുക്ക് ഇവിടെ കൊണ്ട് കിട്ടാത്തത്. ദുർഗം പ്രസാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വരണ വഴിക്ക് വഴി തെറ്റിപ്പോയി. ഞാനല്ല തെറ്റിച്ചേ, അന്ന് അങ്ങനെ തന്നെ പറഞ്ഞു. പള്ളിച്ചൽ തോട് ഇടത്തോട്ടുള്ള റോഡ് അങ്ങനെ തന്നെ പോയി. വഴി തെറ്റി. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. അടുത്തത് കരണം, വിഷ്ടിക്കരണം. മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന് നടക്കില്ല, എന്തു പോയാലും തടസ്സം തന്നെ വരും. എച്ചിത്തേപ്സിതമാശു തത്ര കരണം. ഏറ്റവും ദോഷമുള്ള കരണമാണ് വിഷ്ടിക്കരണം. ആ വിഷ്ടിയിലാണ് വരുന്നത്. അപ്പൊ തിഥി അങ്ങേ അറ്റം പോയി എന്നാണ്. ഇപ്പൊ ദേവാലയം ഇല്ല എന്നുള്ള മട്ടിലാണ്. ദേവാലയം ഉണ്ടെങ്കിൽ ദേവന്റെ അനുഭവം ഉണ്ടാവണം. ഇല്ല, പോകുന്നതിനെല്ലാം തടസ്സം. ഇനിന്തിനാ പിന്നെ ദേവാലയം വേണ്ടെന്ന് വെച്ചൂടെ? ഇല്ല, ഇത്രയും ബുദ്ധിമുട്ടെങ്കിലും ഒഴിവാക്കാമല്ലോ. ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഈ അമ്പലം ഉള്ളത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതെ, എന്താന്ന് വെച്ചാലേ അന്ന് ഈ രാവിലത്തെ സമയം 12:50 വന്നപ്പോൾ നല്ല മുഹൂർത്തമാണെങ്കിലും ധനു ലഗ്നത്തിലാണ്. ധനു ലഗ്നത്തില് കേന്ദ്രത്തിൽ ഒരേ ഒരു ഗ്രഹം മാത്രമാണുള്ളത്. അല്ല, 2 ഗ്രഹങ്ങളാണ്. ഒന്ന് സൂര്യൻ, ഒന്ന് വ്യാഴം. വ്യാഴം എവിടെ പോയി? ബാധാസ്ഥാനത്ത് പോയി. ബാധകാധിപനല്ല, ബാധാസ്ഥാനത്ത് പോയി. ബാധാസ്ഥാനത്ത് പോയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതെ, ലഗ്നം 4 അതെ, 4 അതെ. എന്ന് വെച്ചാൽ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ധർമ്മദേവതയാണല്ലോ. അതെ, നമ്മൾ ധർമ്മദേവത എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ദേവത, പരദേവത എന്നൊക്കെ പറയില്ലേ, അത് ബാധാസ്ഥാനത്ത് 7. അതിവിടെ ഇല്ല എന്നാണ്. വ്യാഴത്തെ കൊണ്ട് ഏത് ദേവന്മാരെയും ചിന്തിക്കും, വിഷ്ണു ഒന്നും ഇവിടേക്കും കാണില്ല. അപ്പോൾ ഈ പറഞ്ഞത് ആ വ്യാഴത്തിന് 11-ആയിട്ടൊരു ബന്ധമുണ്ട്. ആ 11-ൽ ശനിയും ബുധനും കൂടിയാണ് നിൽക്കണേ. പൂർവ്വകാലത്തെ ഈ പറഞ്ഞ ഒന്നുമല്ല. ഭദ്രകാളുടെ പൊടി പോലും ഇല്ലല്ലോ. ആകെയുള്ളത് 9-ൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് മാത്രം ഒരു ഭദ്രകാളുടെ സൂചനയേ ഉള്ളൂ. അപ്പോൾ ഈ ശനി ബുധന്മാര്, ഈ ശനിയുടെ ഒരു ദൃഷ്ടിയും കൂടി ഇവിടെയുണ്ട്. ഈ ശനിയെ കൊണ്ട് ചിന്തിക്കേണ്ടത് പ്രാകൃത ദേവതകൾ എന്നാണ്. തെക്കതികളിലൊക്കെ അങ്ങനെയൊക്കെ കാണുള്ളൂ. ഒറിജിനലായിട്ട് അങ്ങനെയുള്ള അപരിഷ്കൃത ദേവതകൾ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഏതോ ചിലതിനെ വെച്ച് ആരാധിച്ചു, അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ. ഇതാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. പക്ഷെ സാന്നിധ്യം മുഴുവൻ സൂചിപ്പിക്കുന്ന ആള് സൂര്യൻ തന്നെയല്ല. ആ കൂട്ടത്തിൽ ഏതോ ഒരു ശിവരൂപം ആരാധിക്കപ്പെട്ടിരുന്നു, അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ഇത് ചിന്തിച്ചിട്ടല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും. ആ കാലം അങ്ങനെയാണ്. അപ്പൊ അത് വിട്ടുപോയി. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. അതെ അതെ, അതാണ് പ്രത്യേകത. ഈ കഷ്ടകാലം വരുമ്പോഴേ ആരെങ്കിലും വന്ന് അതും പറയും, നിങ്ങളുടെ അത് തന്നെ. എന്നിട്ട് വേദന പോയോ? അതെ, അതാണ്
ഉടനെ ഒരു അമ്പലം വയ്ക്കാൻ മതി. കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ ചിലരൊക്കെ പോണത്, ജ്യോത്സ്യന്മാരുടെയൊക്കെ പോണത്. കഷ്ടകാലം വരുമ്പോഴേ പോവുള്ളൂ, പോകരുത്. അങ്ങനെ പൂർണ്ണമായിട്ട് ദോഷമൊന്നും വന്നിട്ടില്ല. ദോഷമല്ല, നല്ല ഏത് ഈ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരും നല്ല രീതിയിൽ വന്നു. പക്ഷേ എന്നാലും പല രീതിയിൽ വേറൊരു രീതിയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും വരും. ഇതൊക്കെ പ്രശ്നമല്ലെങ്കിലും വരും. ദേവാലയവുമായിട്ട് ബന്ധപ്പെടേണ്ട, അതിന് ദേവാലയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ദേവാലയം എന്ന് വെച്ചാൽ നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ട പോലെ നടത്തുകയാണെങ്കിൽ ഉണ്ടാവും, വേണ്ട പോലെ നടത്തണം. അങ്ങനെ നടത്താൻ ആ അനുഭവം നമുക്കുണ്ടാവും. നമുക്ക് തോന്നണ്ടേ, അങ്ങനെ മനസ്സിൽ തോന്നണം. എല്ലാവർക്കും, വരുന്നവർക്കെല്ലാം തോന്നണം. അങ്ങനെ വരുന്നത് ആരാന്നാണ് നമ്മൾ നോക്കണം. ഇപ്പം ദോഷം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ഈ സൂര്യനാണ്, രണ്ട് ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം ഭാവപതിയാണ്. നമ്മൾ പൂർവാരാധിത ദേവതയെ സൂചിപ്പിക്കുന്ന ആളും കൂടെയാണ് പരദേവത എന്ന്. അത് ബാധാസ്ഥാനത്താണ് 7-ൽ, ഇവിടെ ഇല്ലാന്ന്. ഇതിന്റെ വേറെ എവിടെയെങ്കിലും ക്ഷേത്രമുണ്ടോ? കുടുംബക്കാരെ അടുത്തുള്ളവരെന്ന് നോക്കണ്ട, നമ്മളെ ഈ കുടുംബക്കാർക്ക് ക്ഷേത്രമല്ല സാർ, അപ്പുറം നമ്മള് ചേട്ടന്റെ ഇതില് ഒരു പീഠം അമ്മ വെച്ച് പൂജിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിലാണ്. അപ്പം ഇവിടെ വിളക്ക് മാത്രമേ കത്തിക്കുന്നു. എന്റെ വല്യമ്മ നേരത്തെ ചെയ്തതാണ്. ഈ ഉഭയരാശിയുടെ വേറെ എവിടെയോ ഉണ്ട്. ഈ ക്ഷേത്രം വയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെറുതായിട്ട് പൊളിച്ച സമയത്ത് അവിടെ ചെറുതായിട്ട് വെച്ചിരുന്നു. അവിടെ ഇപ്പോഴും അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഉഭയരാശിയുടെ ഇതാണ്. ഇവിടുന്ന് അകലെ എന്നാണ് പറയുന്നത്, ദൂരെ 7-ലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ, എന്തോ ചെയ്യട്ടെ. അതുകൊണ്ട് വിളക്ക് വയ്ക്കാതെ അത് ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. ഇത് വയ്ക്കുന്നതിന് മുമ്പേ അത് വെച്ച് അത് ഇപ്പോഴും ഇതായിട്ട് ബന്ധപ്പെട്ട ആളല്ലേ ഇതാണ്. ഇതിന് ഇത് വെക്കുന്നതിന് മുമ്പ് തന്നെയുള്ളത്. അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുടുംബത്തിനകത്ത് ക്ഷേത്രം ഇല്ലായിരുന്ന സമയത്ത് ചെയ്തതാണ്. അത് തുറന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പോകുന്നത്. അമ്മ ആണ് വിളിച്ചത്. അമ്മ മരിച്ചു. പിന്നെ പല പ്രാവശ്യം ഇതിലെ കൂടെ ചേർക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ അത് എന്ത് ദേവതയാണെന്നറിയാമോ? അത് എന്ത് ദേവതയാണെന്ന് അറിയില്ല, വേണ്ടാത്തതും ചെയ്യില്ല. അമ്മ വിളക്ക് കത്തിക്കുന്നു, നമ്മളത് കത്തിക്കുന്നു. ആണെന്നുള്ളത് തീർച്ചയാണോ? അതെ, അതിലേക്ക് വരാം. അപ്പോ വീട്ടിലാണോ? അപ്പുറത്താണ്, അടുത്ത അടുത്ത വീട്. ഇത് അടുത്തല്ല ഉദ്ദേശിക്കുന്നത്. അത് കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമില്ല. ഇപ്പൊ ശരിയാവും, അത് കഴിയുമ്പോ ശരിയാവും. അത് ഇനി ഇവിടെ ഇപ്പൊ ഒരു 2 സൂചനയാണ് നമുക്ക് കിട്ടിയത് ഇവിടുത്തെ ദേവതകളെ പറ്റി, അല്ലേ? സൂര്യൻ, കഷ്ടിച്ചൊരു ചന്ദ്രൻ, അസ്പഷ്ടമായിട്ട് ശരിക്കും പറഞ്ഞാൽ സാന്നിധ്യമില്ല, ഒരു ശിവസാന്നിധ്യവും. പിന്നെ ഈ ശനിയുടെ ദൃഷ്ടി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് വീണ്ടും പ്രാകൃത ആചാരമില്ലാത്ത, അതാണ് ഈ എന്താ പറയണേ, ഓരോരുത്തർക്ക് തോന്നിയ മാതിരിയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ നിയമലംഘനം, അങ്ങനെയല്ല, അങ്ങനെയുള്ള ഏതോ ചില ആരാധനകൾ നമുക്കത് വേണ്ട. വ്യക്തമായ ഏത് ദേവതയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആരാധിച്ചാൽ മതി, അല്ലെങ്കിൽ ആരാധനയെ വേണ്ടെന്ന് വയ്ക്കും. അതിൽ തീർച്ചയായിട്ടും ഇവിടെ സാന്നിധ്യം കൊടുക്കേണ്ട ഒരാളുണ്ട്, ശിവൻ. നമുക്ക് ഉപേക്ഷിക്കാൻ ഒക്കില്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ പുതുതായിട്ട് ശിവനെ പ്രതിഷ്ഠിക്കണം എന്നില്ല. ഇവിടെ ആരാധിക്കേണ്ട മുഖ്യ ദേവതയായിട്ട് ഇവിടെ കാണുന്നത് ഈ ശിവനാണ്. അപ്പോൾ നമുക്ക് കളയാൻ ഒക്കില്ല. പിന്നെ നമുക്ക് കാണാവുന്നത് വിഗ്രഹ സംബന്ധമായിട്ട് നോക്കുമ്പോൾ 9-ൽ നിൽക്കുന്ന ഇതും കൊണ്ട് ഈ ചന്ദ്രനെ കൊണ്ടുള്ള ഒരെണ്ണമാണ്. അത് തീർച്ചയായും ഭദ്രകാളിയാണ്. തലമാനും കൊമ്പാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ കുട്ടിയും അത് തന്നെയാണ്. ഇന്നെല്ലാം രാശി വച്ചത് അങ്ങനെ തന്നെ. രാശി വച്ചത് അവിടെ തന്നെ.
വെച്ചിരുന്നത്. സംശയം വന്ന ആ സമയത്ത് എടുക്കാൻ മാറ്റി. ഭഗവതി ക്ഷേത്രവും ശ്രീ ഭഗവതി ക്ഷേത്രം അവർക്കെന്നെ തോന്നി ഉണ്ടല്ലോ എവിടെയുണ്ടല്ലോ അവിടെ തോന്നിയല്ല എടുത്തത്. നമ്മൾ ഈ മതിലിന്റെ ഈ പുനരുദ്ധാരണം തുടങ്ങിയ സമയത്ത് നമ്മൾ അതിനെ പോസ്റ്റ് അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്ന് സുൽപ്രസാദ് സാർ ഈ നടയിൽ കയറിയോ, അതായത് വാസ്തു പുള്ളി ഞങ്ങൾക്ക് എനിക്കും അനിയനാണ് എന്റെ രണ്ടുപേർക്കും നല്ലപോലെ നല്ല ഉപദേശങ്ങൾ, ശരിയായ ഉപദേശങ്ങൾ, അതായത് എങ്ങനെയായിരിക്കണം ഒരു ക്ഷേത്രങ്ങളെ കുറിച്ച് അങ്ങനെയാണ് സാറിനെ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങള് കോണ്ടാക്ട് ചെയ്തത് എന്ത് ശരിയാണോ അത് നടന്നു പോകും. നമുക്കത് വരണം, ശരിയായിട്ട് നമുക്കത് ചെയ്യണം. ചെയ്യുന്ന എന്ത് കാര്യം തെറ്റുകൾ ഇനി ചെയ്താലും അതിനകത്ത് തിരുത്തണം. ചിലർ കയറി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുറെ പോവും. ഇത് ഇഷ്ടം കുറെ ആത്മാക്കൾക്ക്. അടുത്തത് ഇതിനേക്കാൾ പ്രധാനമായിട്ട് ആ ഗ്രഹനില വ്യാഴാഴ്ച അന്ന് വാരം പറഞ്ഞില്ല, അന്ന് വ്യാഴാഴ്ചയല്ലായിരുന്നോ? വ്യാഴത്തിന്റെ രാശി തന്നെ ലഗ്നമായിട്ട് കിട്ടുകയും ചെയ്തു. അതെ. ശുഭവാരമാണ്. ശുഭവാരമാണെങ്കിൽ സാന്നിധ്യത്തെ സംബന്ധിക്കുന്നതാണ്. വാരാധിപൻ വേണ്ട പോലെ നിൽക്കണം. അങ്ങനെ അല്ലല്ലോ, ബാധാസ്ഥാനത്ത് പോയി സാന്നിധ്യം ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സാന്നിധ്യം വീണ്ടും ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇങ്ങനെ വരണമെങ്കിൽ അത് കർമ്മദോഷം കൊണ്ടാണെന്ന് സൂര്യൻ വിളിച്ചു പറയുക. ചെയ്യുന്ന കർമ്മങ്ങൾ ഉചിതമല്ല, എല്ലാം സകലതും അതിനകത്ത് ഉൾപ്പെടും. ഈ അതിന്റെ പുറകിലൊരു വെള്ളിയുടെയോ ലോഹത്തിന്റെ എന്തോ ഉണ്ടല്ലോ ആണ്, അതിലൊരു സർപ്പമൊക്കെ ഉണ്ട്. ഈ ദുർഗയുടെ തലയ്ക്ക് മീതെ ഇതുണ്ടോ? ഇല്ല. സർപ്പത്തിന്റെ വെച്ചിട്ടില്ലേ? മനസ്സിൽ തോന്നിയത് ഞങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞു, തിരുമുഖം ചെയ്യാൻ തന്ത്രി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. അതിനൊരു നിയമമുണ്ട്. പുള്ളി പറഞ്ഞതനുസരിച്ചാണ് ചെയ്തത്. നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്യാം എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നല്ല നിശ്ചയമൊന്നുമില്ല എന്നാ തോന്നണേ ഇതിനെപ്പറ്റി. ഈ പ്രതിഷ്ഠയ്ക്ക് ഇതൊക്കെ വയ്ക്കാൻ അതിന് ചില അളവുകൾ, ചില രൂപങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒന്നും കൊണ്ട് വയ്ക്കില്ല. ഇതില്ല, ഈ പാമ്പുള്ളതൊന്നും ദുർഗയ്ക്ക് വയ്ക്കില്ല. അത് വെള്ളിയാ, അങ്ങനെയൊക്കെ മാറ്റിക്കളയാം. അത് മാറേണ്ടി വരും. വിഗ്രഹം കംപ്ലീറ്റ് പോക്കണം. 8 ചൊവ്വ നിൽക്കുന്നുണ്ടാ പറഞ്ഞു. അപ്പോൾ ഇവിടെയും സാന്നിധ്യ സംബന്ധമായ ദോഷം വ്യാഴം ബാധിക്കപ്പെട്ടിരിക്കുന്നു. അത് 10 നിൽക്കുന്ന സൂര്യനാണ്. ഇതിൻ്റെ വേണ്ട കാര്യങ്ങളില്ല, വേണ്ടാത്ത കാര്യങ്ങളുണ്ട്, അങ്ങനെയാ വരുന്നത്. ഇനി ഇതിൻ്റെ അധപ്പതിച്ച് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അധപ്പതന സ്ഥാനത്തിന്റെ കാര്യം നോക്കണ്ടേ? അവിടെ ആ ലഗ്നത്തിന്റെ 12 ഗുളികനാണ് ചൊവ്വയുടെ രാശിയിലൊരു ഗുളികൻ, ശുക്രനും കൂടെ ശുക്രനും, ബ്രാഹ്മണ രാശി എന്നാണ് പറയുന്നത്. അതിന്റെ അധിപൻ നിൽക്കുന്നതും ഒരു ബ്രാഹ്മണ രാശി തന്നെ. 8 എന്ന് വെച്ചാൽ ബ്രഹ്മരക്ഷസ് ഉൾപ്പെടെയുള്ള കുറെ പ്രേതങ്ങളുടെ ബാധയുണ്ട്. അധപ്പതനത്തിന് കാരണം അതാണെന്നാണ് വൈകല്യവും ഉണ്ടായിട്ടുള്ളത്. അപ്പോ 2-3 ഈ പേരുകളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ പറഞ്ഞു കേട്ടു. വെച്ചിരുന്ന ദേവതകളെ പറ്റി പറഞ്ഞു. ഒന്ന് മന്ത്രമൂർത്തി എന്ന് പറഞ്ഞു, പിന്നെ ഒരെണ്ണം യോഗീശ്വരൻ എന്ന് കേട്ടു, പിന്നെ ഒരു ബ്രഹ്മരക്ഷസ് അതിനിടയ്ക്ക് കയറി വന്നു. ഇതിനിടയ്ക്ക് ഇതൊക്കെ എന്താണെന്നറിയാവോ? അവരല്ല എന്റെ പ്രധാന കാരണക്കാര്. അല്ലല്ല, അല്ല, വിളക്ക് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാറുന്നില്ല. എന്താണെന്നൊന്ന് അന്വേഷിക്കെങ്കിലും വേണ്ടേ? അതെങ്കിലും തോന്നണ്ടേ? കിട്ടിയില്ല ചെയ്യരുത്. അറിയാൻ വയ്യാത്ത കാര്യം ചെയ്യരുത്. അറിയാൻ വയ്യാത്ത കാര്യം ചെയ്യാൻ പോരുത്. ഞങ്ങൾ വർഷാവർഷം നല്ല രീതിയിലാണ് ഞങ്ങൾ പോയി ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്
വേണ്ട നിർദ്ദേശങ്ങൾ തരണം. നമുക്ക് വന്ന് കാര്യങ്ങൾ ഈ കുടുംബത്തിലെ എല്ലാവർക്കും വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് വന്ന് പറയാറുണ്ട്. പക്ഷെ കിട്ടുന്നില്ല, അതിന് സമയം കിട്ടിയിരിക്കുകയാണ്. ഉപദേശം കിട്ടുന്നില്ല. അല്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എല്ലാ അല്ല ഇപ്പൊ സമയം കിട്ടി, ഒരു പ്രശ്നവും വേണ്ട. പക്ഷെ ഇത് മതി പ്രശ്നം ഉണ്ടാക്കാൻ. എന്താണെന്നറിയോ, നമുക്കിത് അറിയില്ല എന്താന്ന് മൊത്തത്തില്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയണത് എനിക്കും അറിയില്ലായിരുന്നു. ഇതിനകത്ത് നോക്കുമ്പോഴാണ് തപ്പി കണ്ടുപിടിക്കുന്നത്. എന്താണെന്ന് അറിയണമല്ലോ. അതൊന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ ഈ സീരിയലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ അതെന്താണെന്ന് ഒരിക്കലും അതിൻ്റെ രൂപം കിട്ടില്ല. ഈ പ്രേതം എന്ന് പറയണതേ പൂച്ചക്കണ്ണും രണ്ട് ദംഷ്ട്രവും ഒക്കെയുള്ള അത്യാവശ്യം മടക്കി വയ്ക്കാം ഇല്ലേ, അങ്ങനെയുള്ള ഇതും ഒരു പ്രത്യേക പാട്ടും ഒക്കെ പാടി വന്ന് പുരുഷന്മാരെ വല വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ ചുഴിയായിട്ട് വന്നിട്ട് പിടിച്ചു മുക്കും. ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തരുന്നത്. പ്രേതം എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. ഇതൊക്കെ ചുമ്മാ ഇല്ലാത്ത കള്ളക്കഥയെന്ന് വന്നിരിക്കുന്നതാണ് നമ്മളെ പേടിപ്പിക്കാൻ. പ്രേതം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാഗമാണ് അത്. ഒരു മനുഷ്യനെ മനസ്സെന്ന് പറയണമുണ്ട്, ജീവനുണ്ട്, ശരീരമുണ്ട്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവപ്പെടാവുന്ന ഒരെണ്ണേ ഉള്ളൂ ശരീരം, ഭൗതികം, മെറ്റീരിയൽ ബോഡി എന്ന് പറയുന്നത്. അത് ജീവനോടിരിക്കുന്നു. ഇപ്പോൾ ആ ജീവൻ അതിനകത്തുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ശക്തിവിശേഷം. അതെന്താണെന്ന് ആർക്കും അറിയില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്താണ് ജീവൻ എന്ന് വെച്ചാൽ. എന്താ ഈശ്വരൻ്റെ ഒരു അംശം എന്നാണ് പറയുന്നത്. നമുക്ക് പിടികിട്ടാത്തൊരു സാധനമാണ് ഈശ്വരൻ. അതിൻ്റെ ഒരു അംശമാണ് ആത്മാവെന്ന് പറയുന്നത്. അതാണ് ജീവൻ. ഇതുള്ളിടത്തോളം കാലം നമ്മുടെ ശരീരം ചീയില്ലല്ലോ. ഇതങ്ങ് പോയാലോ അപ്പ ചീഞ്ഞു തുടങ്ങും ഇല്ലേ. ഇതുവരെ എന്താ ചെയ്യാത്തത്? അതാണ് ആ ചൈതന്യത്തിൻ്റെ വിശേഷം. ഒരാൾ മരിക്കുന്നത് അപ്പോഴാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഈശ്വരൻ്റെ ഭാഗമാണ്. ഈശ്വരനിലേക്ക് തന്നെ ലയിക്കും. മുഴുവൻ നിറഞ്ഞു കിടക്കുന്നതാണ് ഈശ്വരൻ. ശരീരം നമ്മൾ ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ അതിന് പരിണാമം സംഭവിക്കും. അല്ലെങ്കിൽ കിടന്ന് ചീഞ്ഞടിക്കും. അത് വരാതിരിക്കാൻ കത്തിച്ചോ എങ്ങനെയെങ്കിലും സംസ്കാരം നടത്തും. ഈ മനസ്സിന് പോകാൻ സ്ഥലമില്ല. അയാൾക്ക് മനസ്സെന്നൊരു ഇതുണ്ടായിരുന്നു. അത് നമുക്ക് കാണിക്കാൻ ഒക്കില്ല. ഭൗതികമായിട്ടൊന്നും അല്ല, കാണാനും പറ്റില്ല. അതിൻ്റെ ആ മനസ്സിനകത്തുള്ള തോന്നലുകൾ, അയാളുടെ ആഗ്രഹങ്ങൾ ഇല്ലേ, വികാരങ്ങൾ, ഈ എന്താണ് ദാഹം, വിശപ്പ്, ഇതുമാതിരിയുള്ള വികാരങ്ങൾ, ഇതൊക്കെ അങ്ങനെ നിലനിൽക്കും. അത്ര അതിൻ്റെ ശക്തിയായിട്ട് കൂടെ ഉണ്ടാവും. കുറച്ചു കാലമെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. അതിനെ കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. അതിന് ശരീരമില്ല. ഈ സാധനം ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു കഴിഞ്ഞാൽ അതിന് വികാരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വിത്തൗട്ട് ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. ചായ കൊണ്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, കൊണ്ടു കൊടുക്കുന്നു. പക്ഷെ കുടിക്കാൻ ശരീരം വേണം, എന്നാലേ പോവുള്ളൂ. അപ്പോൾ ആ വികാരം മാത്രമായിട്ട് നിൽക്കുന്നു. അതിന് ശരീരം ഇല്ല. പിന്നെന്ത് ചെയ്യും? അത് ഏതെങ്കിലും ഒരു ശരീരം കട്ടകാലം പിടിച്ചാൽ ഒരുത്തൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും. പിന്നെ ഇതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നത് അയാളിൽ കൂടിയാണ്. അയാൾക്കൊരു തരം ഭ്രാന്ത് അവസ്ഥയിലേക്ക് പോകും. പ്രേതബാധ എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയോ പറയും ബന്ധമില്ലാതെ. അങ്ങനെയാണ് പ്രേതബാധ ഉണ്ടാവും എന്നാണ്, പ്രേതങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ. ഇങ്ങനെ വരാതിരിക്കാനാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൻ്റെ അംശം പ്രേതമായിട്ട് നിലനിൽക്കരുത്, അതിനെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റും. അതിന് പറയുന്നത് പിതൃക്കൾ എന്നാണ്. നമ്മളിപ്പോൾ അതിൻ്റെ വക്കത്താണ് വന്ന് ചോദിച്ചത്. ചതുർദശിയിൽ വാവിൻ്റെ ഒരിക്കൽ ഈ മരിച്ചവരുടെ ഈ പ്രേതങ്ങളെ പ്രേതാവസ്ഥയിൽ നിന്ന് മാറ്റി പിതൃക്കളാക്കി മാറ്റണം. അതിനാണ് ശേഷക്രിയകളൊക്കെ ചെയ്യുന്നത്. ഓരോ ചടങ്ങനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവർ പിന്നെ അത് പ്രേതങ്ങളായിട്ട് അലയില്ല, അത് മറ്റൊരവസ്ഥയെ പ്രാപിക്കും. അവരൊരിക്കലും ബാധകളായിട്ട് വരില്ല. പക്ഷെ അവരെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ നമ്മളുടെ വിശ്വാസം, സനാതനധർമ്മം പറയുന്നില്ല, പാടില്ല എന്നാണ് പറയുന്നത്. അതെന്താ? പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അവർക്ക് പ്രേതത്വം വരും. എന്നുവെച്ചാൽ സ്ഥിരമായിട്ടിരിക്കാൻ പാടില്ല. അവരെ സ്മരിച്ച് അവർക്ക് വേണ്ടി ഈ ബലി കൊടുക്കുമല്ലോ, ശ്രാദ്ധം നടത്തും, തിലഹോമം ചെയ്യും. ഇതൊക്കെ ചെയ്യാം. നല്ല കാര്യമാണ്. വളരെ അവരുടെ അനുഗ്രഹം കിട്ടും. ഇങ്ങനെയൊക്കെ ആയിരിക്കും. മറിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അവർക്ക് പ്രേതത്വം ഉണ്ടാകും. വേറൊന്നും വേണ്ട. ഈ തന്ത്രിമാരാണല്ലോ ഇതൊക്കെ വിധിപ്രകാരമൊക്കെ ചെയ്യുന്നതെന്നല്ലേ പറയണത്. അവരാരെങ്കിലും ഇതേപോലെയുള്ള പ്രേതങ്ങളെ വച്ച് ആരാധിക്കാറുണ്ടോ? ഒന്ന് അന്വേഷിക്കണം. ഇല്ല.
ഇല്ല. അതെ, അതേ ചെയ്യുള്ളൂ. ഇതിനെ ആരാധിക്കാൻ സനാതന ധർമ്മം ഇത് ഇല്ല. ക്ഷേത്ര സംബന്ധമായ പ്രതിഷ്ഠകളെല്ലാം പറയുന്ന തന്ത്ര സമുച്ചയം എല്ലാവരും കിട്ടും. അതനുസരിച്ചാണ് ക്ഷേത്രങ്ങളെല്ലാം ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഇതേമാതിരിയുള്ള മന്ത്രമൂർത്തി, യോഗീശ്വരൻ, മറുത, അറുകൊല, ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇത് വല്ലതും ഈ ക്ഷേത്രങ്ങളിലുണ്ടോ? ഡീസൻ്റായിട്ട് നടക്കുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ? ഒന്നിലും ഉണ്ടാവില്ല. പിന്നെ എവിടെ ഉണ്ട് നോക്കിയാൽ മതി. ഇതേമാതിരി കൂടെ കുടുംബക്കാരുടെ തെക്കതകളിൽ എല്ലാം കൊണ്ട് വെച്ചു കൊടുക്കും. എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച് ആരാധിക്കില്ല, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കട്ടെ. അതെന്ത് ന്യായമാണ്? ഇത്രയും കാലമായിട്ടും ഈ കുടുംബക്കാർ ഇത് കണ്ട് പഠിച്ചിട്ടില്ലല്ലോ. അതാണ്. സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രതിഷ്ഠിച്ചു എന്നല്ല ഞാൻ പറയണത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പലരും അങ്ങനെ തന്നെ ഒരു പ്രതിഷ്ഠ നടത്തുന്നുമുണ്ട്. അങ്ങനെ വല്ലവൻ ക്ഷേത്രത്തിൽ കൊണ്ട് വച്ചാലോ ഇത് കളയാൻ എല്ലാവർക്കും പിന്നെ മടിയാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രേതമാണ് ബ്രഹ്മരക്ഷസ്. ഡിക്ഷണറി നോക്കണം വല്ലപ്പോഴും, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാം. ഇപ്പോൾ ഒരു ദേവതയുടെ പേര് കണ്ടു, ഡിക്ഷണറി എടുത്ത് നോക്കണം അതിൻ്റെ അർത്ഥം എന്താണ്. ബ്രഹ്മരക്ഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാപാതകം ചെയ്ത ബ്രാഹ്മണന്റെ പ്രേതം ആണ്. പ്രേതാരാധന പാടില്ലെന്നേ നമ്മളെല്ലാം ആരാധിക്കുന്നൊരു പുസ്തകമുണ്ട്. കേട്ടിട്ടെങ്കിലും ഉണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. ഭഗവത്ഗീത ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച പുസ്തകമാണ്. അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുസ്തകം നമ്മൾ കണ്ടിട്ടുണ്ട്, പൂജിച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അതാണ് കുഴപ്പം. ഒന്ന് വായിച്ചു നോക്കണം എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ നോക്കണം. ഭൂതപ്രേതാദികളെ ആരാധിച്ച് തമോ ഗുണമുള്ളവർ അധപ്പതനം പ്രാപിക്കും. ദേവന്മാരെ ആരാധിച്ച് സത്വഗുണമുള്ളവർ മേൽഗതി നേടും എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആരാധിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. ആരാധിക്കാം. എന്താണ് കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഹലോ, ഇതിനെ എന്തിനാ വെച്ച് ആരാധിക്കണേ? ഈ മഹാപാപം ചെയ്ത ബ്രാഹ്മണന്റെ തന്നെ പ്രേതം കണ്ടുപിടിച്ച് അതിനെ വെച്ച് ആരാധിക്കണതിന് എന്ത് യുക്തി? അതിന് നമ്മളാരും ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഉത്തരം പറയാൻ ഇതൊക്കെ വെച്ച് ആരാധിക്കുന്നൊരു ബാധ്യസ്ഥരാ. എന്നിട്ട് ഇല്ലാത്ത കള്ളമൊക്കെ പറയും. ബ്രഹ്മത്തെ രക്ഷിക്കുന്നവനാണ് അല്ല. സ്വല്പം വായിച്ചാൽ നമുക്കും അറിയാം. രക്ഷസ് എന്ന് വെച്ചാൽ രക്ഷിക്കുന്നവൻ നല്ല അർത്ഥം. ആരിൽ നിന്ന് രക്ഷപ്പെടണമോ അവൻ. അങ്ങനെയാ. പൂജയ്ക്ക് മണിയടിക്കണം എന്തിനെന്നറിയാമോ? ഇതാണ്. അങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്. ആഗമാർത്ഥന്തു ദേവാനാം ഗമനാർത്ഥന്തു രക്ഷസാം. അങ്ങനെയുള്ള ദുഷ്ടശക്തികളുണ്ടെങ്കിൽ ഓടിപ്പോട്ടെ എന്ന്. അതിനെ വെച്ച് ആരാധിക്കാന്ന് പറഞ്ഞാലോ ഇതൊരു കൊള്ളരുതായ്മയല്ലേ? ഇങ്ങനെ ഈ ഇതിനെല്ലാം തന്ത്രിശ്രേഷ്ഠന്മാര് അതിനെ വകവെച്ചു കൊടുക്കുന്നതും തെറ്റല്ലേ? അവരിതിന് ഉപദേശം തരേണ്ടവരല്ലേ? ഈ പ്രേതത്തെ ആരാധിക്കാൻ പാടില്ലെന്ന് അവരല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ പറയട്ടെ ഭഗവത്ഗീത തെറ്റാണ് എന്ന് പറയട്ടെ. ഇതാണ് അവസ്ഥ. ഇങ്ങനെ കണ്ണുമടച്ച് പുരോഹിതന്മാരിൽ കണ്ണുമടച്ചങ്ങ് എല്ലാം വിശ്വസിച്ചാൽ ഈ കുഴപ്പം വരും. അല്ല, ഇതിനെ ആരാധിച്ചുള്ള ഫലവാ ചോദിക്കണേ. അധപ്പതനം, വൈകല്യം, ഉന്മാദം, ഭ്രാന്ത്, ദാരിദ്ര്യം, ഇതൊക്കെ ഉണ്ടാവും. വൈകല്യമുള്ള സന്താനങ്ങളുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ സന്താനം ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് തരും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതിനെ വെച്ച് ആരാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ. അങ്ങനെയുണ്ട്. ഷഷ്ടി കവചം എന്നൊരെണ്ണം കേട്ടിട്ടുണ്ടാവും. ഈ ഷഷ്ടി വ്രതം എടുക്കുന്നവരെല്ലാം വായിക്കുന്നൊരു പുസ്തകമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. തമിഴാണ് ഒറിജിനൽ. ഇപ്പം മലയാളത്തിലും ഉണ്ട്. അതിനകത്ത് ഇതിനെപ്പറ്റി പറയും. ബ്രഹ്മരക്ഷസ് എന്താ ചെയ്യണമെന്ന്. പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പെൺകളെ തുടരും ബ്രഹ്മരാക്ഷസരെന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ വെച്ച് ആരാധിക്കാന്ന് വെച്ചാൽ പേടിയാ. പിന്നെ എല്ലാവർക്കും ഭയമാണ്. ഇപ്പൊ ഒരു സാധനം വെച്ച് ആരോ ആരാധിച്ചിട്ട് അതിനെ മാറ്റാനും നമുക്ക് പേടിയാ. ഇതാണ് കുഴപ്പം. ഈ മാറ്റാൻ പറയുന്ന ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശമായിരിക്കും. അയക്കും പേടിയാ. അയാളുടെ വിചാരം അയാളുടെ പുറകെ വരുന്നുണ്ടെന്നാണ്. അതാണ് ഈ അന്ധവിശ്വാസമാണ് നമ്മളെ കുഴപ്പമുണ്ടാക്കുന്നത്. ആ ഭയം എടുത്ത് കളയണം. ഒരു ദൈവം നമ്മളെ ഉപദ്രവിക്കില്ല. അങ്ങനെയാണ് പിന്നെ ഇതിനെ നമ്മൾ ദൈവനെ ആരാധിക്കണേ. അത് പ്രശ്നവശാൽ എന്തോ ഒന്നപ്പോഴ് പൂർവികരായ നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പനായ തലമുറ ഏതൊന്നും ബ്രാഹ്മണനായിരുന്നു.
അതിന്റെ ആത്മാവാണ് എന്നുള്ള രീതിയിലാണ് അതെ, അതിന് ഗതി കിട്ടുമായിരുന്നു. അത് നമ്മൾ സമ്മതിക്കില്ല, ഇവിടെ വച്ചിരിക്കുകയാണ്. രണ്ട് ദോഷം. ദേവിയെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് ആയിക്കോട്ടെ, അതിനെന്ത് അങ്ങനെ മരിച്ചില്ലേ? ദേവിയുടെ അവിടെ ഇങ്ങനില്ല, ഇങ്ങനത്തെ സ്ഥാനമൊന്നുമില്ല. ഇത്തരം വിട്ടിത്തരങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത്. മരിച്ചുപോയവരെയൊക്കെ വെച്ചാൽ പിന്നെ അതിന് സ്ഥലം അതെ, തെക്കതിന്റെ ആരംഭമേ അവിടെ നിന്നാണെന്ന് പറഞ്ഞു. ഇത് വെച്ച് ആരാധിക്കുന്നിടത്തെല്ലാം ബുദ്ധിമുട്ടുകളും അധപ്പതനവും കഷ്ടപ്പാടും ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും. ദേവനെ ആരാധിച്ച പോരെ? മരിച്ചുപോയവരും മരിച്ചു, അവരെയൊക്കെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഇവിടെ സ്ഥലം മതിയാവില്ല. എത്ര ലോകം ഉണ്ടെങ്കിലും മതിയാവില്ല. മുഴുവൻ ഫ്ലാറ്റ് കെട്ടേണ്ടി വരും. മരിച്ചവരെയൊക്കെ പ്രതിഷ്ഠിക്കാമല്ലോ, ചിലർക്ക് മാത്രം പോരല്ലോ, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. ഇതെന്ത് കൊലു വയ്ക്കുന്ന മാതിരി നവരാത്രി. അതെ, അതേ അവസ്ഥ തന്നെ, ഇത് തന്നെ. എന്താണോ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇതാണ് കാരണം വ്യക്തം. നമുക്ക് ഭയം കൊണ്ടോ അന്ധവിശ്വാസം കൊണ്ടോ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാനസികമായ അവസ്ഥ എങ്ങനെയായിരിക്കും? ആരെന്ത് പറഞ്ഞാലും ചെയ്യും. ഏതെങ്കിലും ഒരു കഴുത വന്ന് പറഞ്ഞു കൊടുക്കും, രണ്ട് മറുതെ വെച്ചു കൊടുക്കും, എടുത്തും കൈ കൊടുക്കും, എന്താ കൊണ്ടുപോകും, മറുതെ കൊണ്ടുപോട്ടെ, ആർക്കാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കൊണ്ടുപോട്ടെ. മറ്റേ ഇതില്ലേ, ഏത് എന്തോ അതിന്റെ പേര്, എന്റെ പേര് വന്നുപോയല്ലോ, മറ്റേ മാൻഡ്രേക്ക് സന്തോഷത്തോടുകൂടി ആർക്കെങ്കിലും കൊടുക്കണം. അത് തന്നെ. അങ്ങനെ ഇവിടെ കാണുന്നത് ഇതിന്റെ ബാധ ഇവിടെയുണ്ടെന്നാണ്. 12 നിൽക്കുന്നു, അതിന്റെ അധിപൻ 8 പോയി വളരെ ദോഷം കൊടുക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ അതിന്റെ ദോഷഫലം തന്ത്രിക്കുണ്ടോന്നാണ് സംശയം. അവിടെയാണ് നമുക്കും ഇതിൽ ഇപ്പൊ ദേവനൊന്നും അനുഭവിക്കുന്നില്ല, ദേവാലയം അല്ല അനുഭവിക്കുന്നത്, ക്ഷേത്ര ജനങ്ങൾക്കാണ് ഇതുമാതിരി ബുദ്ധിമുട്ട് ഉണ്ടാവുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഇവിടെ ബാധയായിട്ട് നിൽക്കുന്നതിനെ എന്തു ചെയ്യും? അതാണ് അടുത്തത്. നമ്മളെ കൊണ്ട് വച്ചതല്ല, പണ്ട് ആരോ ചെയ്തു, നമ്മൾ ഈ ഗോഷ്ഠിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. ഇപ്പം എന്തു വേണം? അവരിവിടെ കിടന്ന് അറിയിക്കുകയല്ല ഇനിയും വേണ്ട, മരിച്ചു, അയാളുടെ ഒരു അംശം ഇവിടെ കിടക്കുക, ഗതി കിട്ടാതെ. റെസ്റ്റ് ഇൻ പീസ് കൊടുക്കണം, അവർക്ക് മുക്തി കൊടുക്കണം. അതിന് ഇവർ ചെയ്യുന്നത്, വൈദിക രീതി ജീവിക്കുന്നവർ ചെയ്യുന്നത് നാരായണ ബലി എന്നൊരു സമ്പ്രദായമാണ്. അത് ഇതിനെ ശുദ്ധി ചെയ്യാന്ന് വെച്ചാൽ അതൊരു പുലിവലാണ്. സോപ്പിട്ട് തേച്ച് കളയും, അതിലൊക്കെ ഉണ്ട്. ഇത് തിലഹോമമൊക്കെ ചെയ്ത് ഇവർക്ക് മുക്തി കിട്ടാനുള്ള ഹോമം എല്ലാം ചെയ്ത് അവസാനം വിഷ്ണുവിൽ സമർപ്പിക്കുകയാണ്. അവിടെയും കുഴപ്പം. അതെ, വിഷ്ണുവിൽ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ അതെ ഈ എന്താണ് തിരുവല്ലം ക്ഷേത്രത്തിൽ കൊണ്ടിട്ടേക്കാന്നാണ് വേണ്ടത്. സോപ്പ് വെട്ടിക്കകത്ത് അവിടെ തൂക്കിയിടും. ഇതെല്ലാം തെറ്റാ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനെ വിഷ്ണുവിൽ സമർപ്പിക്കാന്ന് വെച്ചാൽ ഒരു വിഷ്ണുവിനെ ആവാഹിക്കും, ആ വിഷ്ണുവിലേക്കാ സമർപ്പിക്കണം. എന്നിട്ട് വിഷ്ണുവിനെ പറഞ്ഞു. ഒരു ക്ഷേത്രത്തിലും പോകണ്ട, എങ്ങും പോകണ്ട. ഇവരെല്ലാം ഇങ്ങനെ ഒന്നല്ല ഒന്നിലധികം വർഗോത്തമത്തിലാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ മറുത, അറുകൊല പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ധാരാളം പ്രേതങ്ങൾ ഇവിടെ ബന്ധത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ 2-3 പേര് പറഞ്ഞു, ഒന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആരാധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് ദോഷം ചെയ്യും എന്ന് ഈ പറയുന്ന അഭിജ്ഞന്മാർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്ന് പറയണ ആരാധിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഫലം ഇതാണ്. അതുകൊണ്ട് ദേവനെയല്ലേ ആരാധിക്കണം, ദേവാലയം എന്നല്ലേ പേര്, പ്രേതാലയം എന്നല്ലല്ലോ. അപ്പോൾ എന്തായാലും പ്രേതത്തെ ആരാധിക്കാത്തൊരുത്തൻ്റെ കാലിവിടെ വന്നു, അതാണിങ്ങനെ വന്നത്. അതൊരു നിമിത്തമാണ്.
അതുകൊണ്ട് സാറാണ് നിങ്ങളുടെ ഒരു റിയലി പറഞ്ഞ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു മെച്ചം കിട്ടിയത്. നമുക്കൊരു ഗൈഡൻസ് തന്നത് സാറാണ്. എന്താ ഒരു അറിവുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അത് ഒരു പൂർണ്ണത കിട്ടുന്നില്ല ഒന്നിനും. ഇനി ഇത്രയും കാര്യങ്ങൾ ഈ 12:50 നിങ്ങൾ വന്നപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞു. 12:50 വന്നു, ആ സമയത്തെ ഗ്രഹനില മാത്രം. ഇനി ഇന്നത്തെ കാര്യം നോക്കാം. അതും കൂടെ നോക്കണമല്ലോ. എന്നാ ആദ്യം എന്ത് ചെയ്തു? ആദ്യം ആചാര്യവണ്ണം നടത്തി. ആചാര്യവണ്ണം നോക്കിക്കോണേ. ഈ വെറ്റിലുകൊണ്ടൊരു കളിയുണ്ട്. ഭംഗിയായിട്ട് എടുക്കാനുള്ളത് തരാം. 10 വെറ്റിലുണ്ടായിരുന്നു. ഇതില് 2 തരത്തിൽ ഇതിന്റെ ഫലം പറയും. ഇതിൽ വലുതായിട്ട് വിശ്വസിക്കേണ്ട. ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. വെറും സമ്പ്രദായമേ ഉള്ളൂ. ഇത് ജ്യോതിഷമല്ല. ജ്യോതിഷം എന്ന് വെച്ചാൽ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ളത് മാത്രം. അത് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് ലക്ഷണമായിട്ട് എടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് 10 വെറ്റിലുണ്ട്. അതിനൊരു സൂചനയില്ലേ? 10 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുക. വരട്ടെ. 10. അതിനൊരു സൂചനയില്ലേ? 10-ാം ഭാവത്തിന് ഇവിടുത്തെയുള്ള കർമ്മങ്ങളെല്ലാം, സകല കർമ്മങ്ങളെയും അവിടെ ശ്രദ്ധിക്കണം എന്നല്ലേ 10 വെറ്റില തന്നു. എണ്ണാതെ എടുത്തതാ. 10 തന്നെ ആയിപ്പോകാൻ കാരണം അതൊരു ലക്ഷണമായിട്ട് പറയും. നിമിത്തം എന്നേ ഉള്ളൂ. ഇനി ഈ ഓരോ വെറ്റിലയും നോക്കിയിട്ട് ആ ഭാവത്തിന്റെ ഫലം പറയും. ഈ ക്ഷേത്രത്തിനെ സൂചിപ്പിക്കുക. സാന്നിധ്യം, ക്ഷേത്രം, ബിംബം സൂചിപ്പിക്കുന്ന വെറ്റില നോക്കിയോളൂ. ഒടിവും ചതവും എല്ലാം ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഉചിതമല്ല എന്നുള്ളത് സ്പഷ്ടമല്ലേ? ലക്ഷണം 1. 2, ഇത് കുടുംബ സംബന്ധമായിട്ടുള്ളതും ധനസംബന്ധമായിട്ടുള്ളതും എല്ലാം ഉള്ളതാണ്. എന്നിട്ട് എടുക്കാനേ പാടില്ല. എടുക്കാനേ പറ്റുന്നില്ല. ചീഞ്ഞ് അഴുകി. 2. മൂന്നാമത്തെ വെറ്റില നിവേദ്യാദി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അവിടെയും ചീഞ്ഞു. വികൃതമാണ്. 4 ആലയത്തെ സൂചിപ്പിക്കുന്നതാണ്. സാമാന്യം ഭേദമാണ്, പക്ഷെ വികൃതമായിപ്പോയി. ഇത് ശരിയായ ഷേപ്പല്ല, വികൃതം ആയിരിക്കുന്നു. പക്ഷെ നല്ല വെറ്റില അല്ലേ? അതെ. 5 മന്ത്രം, സാന്നിധ്യം, അതിനെയും കൂടെ സൂചിപ്പിക്കുക. അവസ്ഥ 5-ാം ഭാവത്തിന്റെ അവസ്ഥ ഇതാണ്. അത് തന്നെ പറഞ്ഞേ. അത് തന്നെ. 6 അശുദ്ധി, ശത്രുക്കൾ, ചോരന്മാര്, ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നല്ല വെറ്റിലല്ലേ? 6-ാം ഭാവം കൊള്ളാം. മോഷണമൊന്നുമില്ല. ഉണ്ടോ? പോട്ടെ. പക്ഷേ വെറ്റില നല്ല 6-ാം ഭാവം കൊള്ളാം. ജനങ്ങളും കൊള്ളാം. 7 അപ്പോ ക്ഷേത്ര ജനങ്ങൾക്ക് നല്ല ലക്ഷണമുണ്ട്. 8 വിഗ്രഹ സംബന്ധമായ സ്ഥാനമാണ്. 8 വലിയ നിവേദ്യങ്ങളുടെ സ്ഥാനമാണ്. കേടുവന്നു പോയി. ഇതും ദോഷം. 9 ക്ഷേത്രത്തിന്റെ ഉടമസ്ഥന്മാരെ പറ്റിയിട്ടാണ്. ഇവിടെയും ചെറുതായിട്ടൊക്കെ ഉള്ളൂ, എന്നാലും ഉണ്ട്. 10 കർമ്മം ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. 10 വെറ്റിലേ തന്നുള്ളൂ. 10-ാം ഭാവത്തിന് അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇതിനെ ഇനിയൊരു സൂത്രം പറയും. 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10 വെറ്റിലാകുമ്പോൾ 100. 1 കൂട്ടുക, 101. 101-ാമത്തെ ഗ്രഹം സൂര്യൻ തൊട്ട് ശനി വരെയുള്ളത് 7 ഗ്രഹങ്ങളാണ്. 101-ാമത്തെ ഗ്രഹം എന്ന് വെച്ചാൽ 7 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എടുത്താൽ മതി. 99 ബാക്കി. അപ്പോ എങ്ങനെയാ? ചന്ദ്രൻ ആണ് താമ്പൂലഗ്രഹം. ചന്ദ്രൻ താമ്പൂലഗ്രഹം വന്നാൽ അതെ ചന്ദ്രനാണ്. 101 കൊണ്ട് 7 കൊണ്ട് ഹരിച്ചാൽ എത്രയായി? 41. 41 അല്ലേ? അല്ല 31. 31. അപ്പൊ 28 3 31. ഏതാ? ചൊവ്വയല്ലേ?
ചന്ദ്രനല്ല, ചൊവ്വ. വഴി തെറ്റിക്കുന്നത് കണ്ടോ? ചൊവ്വ ഗ്രഹം വന്നാൽ ഒരു ഫലം പറയുന്നത് കലഹകൃത്താണെന്നാണ്. ഭിന്നിപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ജനങ്ങൾക്കിടയിൽ. ക്ഷേത്രത്തിനെ സംബന്ധിക്കുന്ന കാര്യം തന്നെ. അവിടെയും ഭിന്നിപ്പുകളും കലഹങ്ങളും സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ഉണ്ടാവാതിരിക്കുക. നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. ഇനി ഈ ചൊവ്വ ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു? ഇന്നത്തെ ആരൂഢത്തിന്റെ അധിപനും ചൊവ്വ തന്നെയാണ്. ഈ താമ്പൂലത്തിലും സൂചിപ്പിക്കുന്നത് ആചാര്യഭരണത്തിലല്ലേ താമ്പൂലം വന്നത്. അപ്പൊ ആചാരപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ആ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. ചൊവ്വ നിൽക്കുന്ന സ്ഥലമാണ്. കർക്കടകൻ രാശിയും കൂടിയാണ് ഈ പറയുന്നത്. ഇന്നത്തത് അല്ല, കർക്കടകമല്ല, ഇത് കന്നി രാശിയാണ്. ഉണ്ട്, ഗുരുത്വമില്ലായ്മ. അതെ, അതിനെ ആരൂഢമായിട്ട് എടുത്തും പറയണ്ട. അങ്ങനെ കാണുന്ന രാശി എല്ലാം ആരൂഢം എടുക്കേണ്ടി വരും. ഇതൊന്നും അർത്ഥമില്ല. പക്ഷെ ഇവിടെ ലക്ഷണമായിട്ട് ഇവിടെയും വരുന്നത് ആ ചൊവ്വയ്ക്ക് പ്രാധാന്യമാണ്. വീണ്ടും ഭദ്രകാളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അത് കഴിഞ്ഞ് ആചാര്യവരനോട് നിൽക്കട്ടെ. പിന്നെ എന്ത് ചെയ്തു? എന്താണ് പറഞ്ഞത്? ദേവപ്രശ്നം. ദേവകാര്യങ്ങളെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ദേവപ്രശ്നം എന്നാണ് പറഞ്ഞത്. ദ എന്നുള്ളത് ആരുടെ അക്ഷരമാണ്? വ്യാഴത്തിന്റെ. വ്യാഴത്തിന്റെ ധനു മീനം ഇതിലൊന്നാണ് അതിനകത്ത് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത്. ദ ത ഥ ദ ധനുവിനാണ് കൊടുക്കേണ്ടത്. ധനുവിലായി തുടങ്ങിയത്. ധനുലഗ്നത്തിൽ വ്യാഴം ഗംഭീരമായിട്ട് നിൽക്കുന്നു. വ്യാഴത്തിനൊരു പ്രാധാന്യം വീണ്ടും വരുന്നു. തുടങ്ങിയപ്പോൾ ഒരു വ്യാഴത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നും അതേ ധനു വ്യാഴം ബാധാസ്ഥനാണ്. ആചാരങ്ങളിൽ ശ്രദ്ധിക്കുക എന്നും കൂടിയുണ്ട്. വ്യാഴം സദാചാരത്തിന്റെ ഗ്രഹമാണ്. ജ്ഞാനം, സദ്ഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കാരകനാണ്. ആരാധനാദി സമ്പ്രദായങ്ങളുടെ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു സൂചനയും കൂടിയാണ് ആ പറഞ്ഞത്. വ്യാഴാഴ്ചയും കൂടിയാണ് തുടങ്ങിയത്. എല്ലാം വ്യാഴത്തിന് പ്രാധാന്യമുണ്ട്. ഇത് നമുക്ക് വിടാൻ പറ്റുന്നില്ല. ആചാരപ്രകാരം വേണം എന്നുള്ളതിന്റെ സൂചനയാണ് ഇങ്ങനെ ആവർത്തിച്ച് വ്യാഴം വരുന്നത്. ഇപ്പോൾ അത് തന്നെ വീണ്ടും വരും. ആ അക്ഷരത്തിൽ പ്രഥമാക്ഷരം കൊണ്ട് എല്ലാം ചിന്തിക്കാമെന്നാണ്. നമ്മൾ ധനു കൊണ്ടാണ് ഇപ്പം മിക്കവാറും എല്ലാം ചിന്തിച്ചത്. ആ ധനു കൊണ്ട് തന്നെയാണ് ചിന്തിച്ചത്. പ്രഥമാക്ഷരവും അത് തന്നെ. ഇനി കുട്ടിയെ വരാൻ പറഞ്ഞു. നിങ്ങളൊരു കുട്ടി എന്ന നല്ല പറഞ്ഞിരുന്നുള്ളൂ. രാശി വയ്ക്കാൻ ഒരു കുട്ടി. നിങ്ങളാണ് ഒരു പെൺകുട്ടിയെ തന്നെയാണ് വിട്ടത്. പച്ച പാവാടയൊക്കെ കൊടുത്ത്, ഒരു പച്ച പാവാടയും പച്ച വളയും അല്ലേ? ഈ പച്ച നിറം ആരുടെയെന്നറിയോ? ചുവപ്പും പച്ചയും ഭദ്രകാളിയുടെ. ദുർഗ അല്ല. നിമിത്തമായിട്ട് കാണുന്ന അതാണ്. അങ്ങനെ ഒരു കുട്ടിയാണ്. ഇപ്പൊ അവർക്കെല്ലാം ആഴ്ചയിൽ 7 കളറിലെങ്കിലും ഡ്രസ്സ് കാണും മിക്കവാറും. ഓരോ ദിവസവും ഓരോന്നായിരിക്കില്ല. അങ്ങനെയാണ്. 7 ചെരുപ്പ് എല്ലാം 7 കാണും. പുതിയ കുട്ടികളാണ്. അപ്പോൾ അതിന് പച്ച തന്നെ തിരഞ്ഞെടുക്കാനോ? എല്ലാം മാച്ചിങ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. പച്ച ഇതാണെങ്കിൽ പച്ച വിളവ് വരുള്ളൂ. അതും ഭദ്രകാളിയെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു നിറവും എല്ലാമാണ് വന്നത്. കുട്ടി എന്താ എടുത്ത് ആദ്യം? ഒരു സാധനം. അതിനിവിടെ പ്രാധാന്യമുള്ളതാണ് മരച്ചപ്പ്. ഈ മരച്ചപ്പ് എന്തിൻ്റെ കൂടെയുള്ളതാണ്? അഷ്ടമംഗല്യത്തിൻ്റെ കൂടെയാണ് അല്ലേ? ഇത് ഒരു മംഗല വസ്തുക്കൾ 8 എണ്ണം ചേർത്തവിടെ പൂജയ്ക്ക് വയ്ക്കുന്ന ഒരു സമ്പ്രദായം ആചാരത്തിൽ ഉള്ളതാണ്. അതിൽ മരച്ചപ്പ് നല്ല ഇതാണ്. ഇതിൽ ശുഭസൂചകമായ വസ്തുക്കൾ എടുത്തെങ്കിൽ അത് വളരെ ശ്രേഷ്ഠം. ഈ മരച്ചപ്പെന്ന് വെച്ചാൽ എന്താ വാസച്ചെപ്പ്? ഒരു സാധനം സൂക്ഷിച്ചു വയ്ക്കാനുള്ള സ്ഥലമല്ലേ അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ ദേവാലയത്തിനെ സംബന്ധിച്ചാണെങ്കിലും മരച്ചപ്പ് എന്തിനാ സൂചിക്കും? ആലയം ശ്രദ്ധിക്കാനാണല്ലോ കാണുന്നത്. ഇത് വാസ്തു, ഈ അമ്പലം വാസ്തു വിദഗ്ധനാണ് ചെയ്തത്. സുനിൽപ്രസാദ് ഇപ്പൊ വന്നില്ലേ? ആചാര്യായിട്ട് കാര്യമില്ല. അദ്ദേഹം ഇത് അളന്നിട്ട് തെക്കതിന്റെ
ഏതായാലും അങ്ങനെ സുനിൽ പ്രസാദ് ഒന്നുകൂടെ വരേണ്ടി വരും. പുള്ളി തലേ ദിവസം മരിച്ചുപോയി. ഇത് പ്രതിഷ്ഠയുടെ തലേ ദിവസം പുള്ളി മരിച്ചുപോയി. അത് പോട്ടെ, അതിപ്പോ ഏതായാലും ഇല്ല. ഈ ഇതിന് നേരത്തെ പറയുന്ന ലക്ഷണമുള്ള ഒരു ഇടമാണെന്നുണ്ടെങ്കിൽ എന്നെ തട്ടുന്നു, എന്നെ കെട്ടുപോകുന്നു പറഞ്ഞു. പുള്ളി എല്ലാം ചെയ്തു മരിച്ചു കഴിഞ്ഞു. ഈ അമ്പലം ഉയർന്നു കഴിയുമ്പോൾ ഞാൻ മരിക്കും. അന്ന് വെളുപ്പിനെ മരിച്ചത് സാർ. പ്രതിഷ്ഠയുടെ അന്ന് വെളുപ്പിനെ മരിച്ചത്. നല്ല മനുഷ്യൻ. അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടോ? ഏതായാലും അങ്ങനെ ഒന്നുകൂടെ വരേണ്ടി വരും. ആര്? അങ്ങനല്ല, സുനിൽപ്രസാദ് സാർ അന്ന് ഈ ബിൽഡിങ്ങിന്റെ ഇതൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ട് പറഞ്ഞ് തെക്കതിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്, ബിൽഡിംഗ് ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, പറ്റുമെങ്കിൽ ആവാം, നോക്കണം. ചേർത്ത് കിട്ടിയതിന് ശേഷം ഒന്നുകൂടെ നോക്കാം. അപ്പൊ അല്ല, ആ മരച്ചപ്പെന്ന് വെച്ചാൽ ആലയ സംബന്ധമായിട്ടൊരു കാര്യമാണ്. അതിൽ മാത്രമല്ല, ഇനിയുണ്ട്. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പ്രഥമാനിതം കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചു. വാസത്തെ വളരെ ഭംഗിയായിട്ട് വെച്ചു അല്ലേ? ആര് പറഞ്ഞു? അയ്യോ, ഈ ഒരു ഹാരം ഇട്ടു, തിലകം കൊടുത്തു, വളരെ ഭംഗിയായിട്ടും ശ്രദ്ധയോടും കൂടി ചെയ്തു. ഇതിനേക്കാൾ ശ്രദ്ധ അതിനകത്ത് കൊടുക്കാൻ നോക്കില്ല, അത്ര ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ നോക്കുന്നവരെ, ഇത് കത്തിക്കുന്നത് വരെ ഒരു ജ്വാലയേ ഉണ്ടായിരുന്നുള്ളൂ, കിഴക്കോട്ടൊരു ജ്വാല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് 2 ജ്വാല. ഇതിങ്ങനെ വന്നു? അങ്ങനെ വന്നു അല്ലേ? ഒരു ജ്വാല കുഴപ്പമില്ല. ഒന്ന് പറയണതേ, ഒരു ജ്വാലയാണെങ്കിൽ ദുഃഖമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയും. അതാണ് തിരുമേനി ചോദിച്ചത് 2 ഇട്ടേക്കട്ടെ എന്ന്. അതെ, അപ്പോഴായിരിക്കും രണ്ടാമത്തെ തിരിയിട്ടത്. അത് തിരുമേനിയാണ് ഇട്ടത്. അപ്പൊ നമ്മളൊന്നേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ദീപലക്ഷണത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ ഒരു ദുഃഖം സൂചനയാണ്. പോട്ടെ, അതും പോട്ടെ. തീപ്പെട്ടി വരച്ചാണ് കത്തിച്ചത്. ഇങ്ങനെ ഒരു ദീപം വയ്ക്കുമ്പോഴേ, ദേവന് ദീപം വയ്ക്കുമ്പോഴേ തീപ്പെട്ടി കൊണ്ട് കത്തിക്കാൻ പാടില്ല. കുടിവിളക്ക് അതിന് വേണം കത്തിക്കാൻ. അങ്ങനെ ഒരു ആചാരമാണ്. അപ്പൊ ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല. പക്ഷെ ബാക്കി വിളക്കിന്റെ അലങ്കാരം അതെല്ലാം പാലിക്കുകയും ചെയ്തു. ഇതും കൂടി ആകാമായിരുന്നു. എല്ലാം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുഴപ്പം കൂടി ഇടും. നല്ല പാൽപ്പായസമൊക്കെയാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു പല്ലിയോ എന്തെങ്കിലും അതുപോലെ ആയിപ്പോയി. തീപ്പെട്ടി വെച്ചത് 4 പ്രാവശ്യമൊക്കെ വരച്ച പിന്നെയാണ് കത്താൻ തുടങ്ങിയത്. ഇത്തിരി പാടുപെട്ടു, കുറച്ച് പാടുപെട്ടു കത്തിക്കാൻ. അത് കഴിഞ്ഞ് കത്തി ആ ജ്വാലയുടെ 2 കാര്യങ്ങൾ നോക്കി. ചായ്വ് എങ്ങോട്ടാന്ന് നോക്കും. ഈ വായു പരുഷവായുവായിരുന്നു. അത് കലഹസൂചകമെന്ന് പറയും. നല്ല മെല്ലെ ചായുന്ന മന്ദമാരുതനൊക്കെ ആണെങ്കിലേ ജ്വാല ഒലയാതെ നിൽക്കും. ഇതങ്ങനെയല്ല, ജ്വാലയ്ക്ക് നല്ല ഒലച്ചിലുണ്ടായിരുന്നു. അത് കലഹസൂചനയാണ്. തെക്കോട്ട് ചാഞ്ഞു. അത് ഈ പറഞ്ഞ മരണ അശുചിത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷം, അതാണ് ഇപ്പോൾ നമ്മൾ അല്ലാതെ തരത്തിൽ കിട്ടിയത്. അത് തന്നെയാണ് ആ ദീപവും പറഞ്ഞത്. ഇനി ഈ ദീപത്തിൻ്റെ ഓരോന്നിനും ഓരോ സൂചനയാണ്. അതിൽ ദീപപാത്രം ഉണ്ടല്ലോ, ആ വിളക്കൊന്ന് നോക്കിയോ? അതിനകത്ത് നമുക്ക് വിധിപ്രകാരം തിരിയിടാൻ പറ്റാത്തൊരു വിളക്കാണ്. വെറും നിലവിളക്കല്ല, അതിൽ നാക്ക് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വിധിപ്രകാരം തിരിയിടാൻ ഒക്കില്ല 5 ഇടുമ്പോൾ. അപ്പൊ ഉചിതമല്ല എന്നാണ്. ചെറിയ അപാകതയുണ്ട്. ഏതിന്? പാത്രം, ദീപപാത്രത്തിന്. പാത്രം ഗേഹം, ആലയം സൂചിപ്പിക്കുന്ന അതാണ്. നല്ല വലിയ വിളക്കാണ്, പക്ഷെ ഒരു ചെറിയ അപാകതയുണ്ട്. ആചാരത്തിന് വിരുദ്ധമായ രീതിയിലും. അതുകൊണ്ട് ശരിക്കുള്ള വിളക്കെന്ന് പറയുന്നത് വലിയ വിളക്ക് വെച്ചിട്ടുണ്ട്. അതെ.